പോയിരുന്നു കഴിഞ്ഞാൽ അയ്യോ 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 കൃമികടിയാണോ അതോ തേക്കോട്ടിയുടെ മണ്ടയിൽ കയറി ഇരുന്നതാണോ? മനുഷ്യൻ തിന്നുന്നൊന്നും അല്ലേ തിന്നുന്നേ? മോർച്ചറിയിൽ നിന്നെങ്ങാണ്ട് ശവമൊക്കെയാണോ തിന്നുന്നത്? എന്നും ശവം തിന്നും മടുത്തോണ്ടായിരിക്കും. എടാ, നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയേണ്ടതിന് ഒരൊറ്റയാളമാടാ വിവരം കെട്ടവന്. ഞാൻ നിങ്ങളുടെ ദൈവമായ യൂത്ത് വൗഖേ എന്ന് പറയുന്ന ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നീ മനസ്സിലാക്കണം. നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയാൻ വേണ്ടി. പല ദൈവങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്, ആൾ ദൈവങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്, പിശാചുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഇതേതാ ഈ ദൈവം? കാക്ക മൂക്ക ഇവള് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണോ ഒന്ന് ഈ കാക്ക മൂക്കെ? അപ്പൊ അതിനെ എങ്ങനെയാ രാവിലെ വിളിക്കുന്നത്? കാക്ക മൂക്ക, മൂക്ക കാക്ക, കാക്ക മൂക്ക ഇങ്ങനെ വിളിച്ചാൽ മതിയോ? എങ്ങാണ്ടൊന്ന് പട്ടിപ്പിരാന്തി, ചെങ്ങനപ്പിരാന്തി, അപരാധി എല്ലാം കൂടെ ലക്കും വെളിവില്ലാതെ ഓരോ ഊളത്തിലോ തോന്നിവാസം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേക്കുക. എങ്ങാണ്ട് വിദേശത്തെങ്ങാണ്ട് തീട്ടം കോരാനായിട്ട് പോയി. പിന്നെ ആ തീട്ടം തന്നെയാ തിന്നുന്നത്. അന്നേരം അതിനാണ് ഏറ്റവും സുഖം തോന്നും, ലോകത്തിലെ ഏറ്റവും രുചിയുള്ളത് തീട്ടമാണെന്നൊക്കെ തോന്നും. മറ്റുള്ളതിനെല്ലാം തള്ളിപ്പറയാനായിട്ടും മറ്റുള്ളതെല്ലാം അഴുക്കാണെന്നൊക്കെ അങ്ങനെ തോന്നും. അതാ നിനക്ക് സംഭവിച്ചേക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തെയാണ്. അപ്പൊ ഇസ്രായേലിലാണ് തീട്ടം കോരാൻ പോയേക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തെയാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവത്തെയാണ് നീ വിളിക്കേണ്ടത്. എന്നാക്കെ പൊട്ടത്തരം ഇവരൊക്കെ ഈ കഴാങ്കട്ട പേട്ടു മെമ്പറോത്തി വിളിച്ചു പോകുന്നത്. പേട്ട് കിഴങ്ങി, അത് ഇസ്രായേലിന്റെ മാത്രം ദൈവമല്ലേ? ഇസ്രായേലിന്റെ ദൈവം എന്നല്ലേ നീ തന്നെ ഇപ്പൊ പറഞ്ഞത്? അത് ഇസ്രായേലുകാർക്ക് മാത്രം വിളിക്കാനുള്ളതാണ്. പിന്നെ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ഒക്കെ നീ കുറെ പേര് പറഞ്ഞില്ലേ? അവരുടെ മാത്രം ദൈവമാ അത്. നീ അങ്ങോട്ടിരുന്ന് വിളിച്ചേച്ചാ മതി, എല്ലാവരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ മാത്രം ദൈവത്തെ എല്ലാവരോടും വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതെന്നതാ അത്? ഏതോ ആണുങ്ങളുടെ മൂത്രമാണോ തോന്നുന്നത്? തീട്ടവും മൂത്രവും ഒക്കെ കുടിച്ചിട്ട് തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കൊണ്ടപ്പോഴത്തേക്കും നല്ല പേര് മണിക്കുട്ടൻ എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ, മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംകുമം ഇട്ട് കൊടുത്തിട്ട് 24 മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാച് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളും. ലോകത്ത് ഇന്നേവരെ ആരും കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലടി മൊണ്ണെ. കല്ല് പ്രകൃതിയാലെ തന്നെ സ്വയം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ കല്ലുമായിട്ട് മുട്ടാൻ വന്നാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടി തകർന്നു പോവുകയും ചെയ്യും. 24 മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാച് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളും. ഏതായാലും നിന്റെ കാക്ക മൂക്ക, മൂക്ക കാക്കയെക്കാട്ടിലും കൊള്ളാം. എടാ മൂടന്മാരെ, നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങൾ സാത്താനെയാണ് വിളിക്കുന്നത്. നീ വിളിക്കുന്ന ഒരു സാത്താനെയാണ്. നീയെങ്കിലും മനസ്സിലാക്ക്. നീ വിളിക്കുന്ന വിരിപ്പേടിനകത്ത് ആവാഹിച്ചു വന്നിരിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. യൂത്ത് വൗഖേ എന്ന് പറയുന്ന എന്നേക്കും നാമമുള്ള ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ ആരാടി? നീ എന്നെ ഈ പ്രപഞ്ചം മൊത്തം ഒന്ന് തിരുത്താൻ പോവാണ്. അവിടെ കാക്കയും മൂക്കയും കൊണ്ട് വന്നേക്കുന്നു. നീ കിടന്ന് മോങ്ങിയാലൊന്നും ഇവിടുന്ന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക് പറ്റിയ പണിയാണ് ഈ തീട്ടം കോരലും തീട്ടം തിന്നലും മൂത്രം കുടിക്കലും ഒക്കെ. നീ അത് തന്നെ തുടർന്ന് പൊക്കും. ഓടി തീട്ടം തീനി.